ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് ഭാഗ്യശ്രീ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു കേട്ടോ. തന്നെ കെട്ടിയിരിക്കുകയാണ്, ഇവിടുന്ന് പുറത്ത് കടക്കാൻ സാധിക്കില്ല. ഇന്ന് രാത്രി സാഗർ സാറിനെ വകവരുത്താൻ എൻ്റെ അച്ഛനമ്മയും തീരുമാനിച്ചിരിക്കുന്നു. അതിനു വേണ്ട ഗുണ്ടകളെയൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൺമണി, നീ സാഗർ സാറിനെ സംരക്ഷിക്കണം. മാത്രമല്ല, ഇന്ന് രാത്രി അദ്ദേഹത്തിന് കാവലായിട്ട് നീ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ രാത്രിയോട് കൂടി സാഗർ സാറിൻ്റെ ജീവൻ തന്നെ അപത്തിലാവുമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന കൺമണി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. തനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഹോസ്പിറ്റലിൽ തന്നെ ഇറക്കി വിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ദക്ഷയെ ഓർമ്മ വരുന്നു. ദക്ഷയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ദക്ഷ പറയുന്നുണ്ട്, കൺമണി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, ഞാനുണ്ടാവും, ഫുൾ സെക്യൂരിറ്റി ഉണ്ടാവും, സാഗർ സാറിന് ഒന്നും സംഭവിക്കില്ല. കൺമണി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കൺമണിക്ക് അതിലും വിശ്വാസം കമ്മിയാണ്. പെട്ടെന്ന് തന്നെ താൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം, എന്നാൽ തന്നെയാണ് സാഗർ സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൺമണി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് ബാലുവിനെയും സുമിത്രയും കാണിക്കുന്നു. എല്ലാ ഗുണ്ടകളെയും വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത്. രാത്രി എല്ലാത്തിനും തീരുമാനമാകണം. അങ്ങനെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ വേഷത്തിൽ തന്നെ ഗുണ്ടകൾ അകത്തേക്ക് കടക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സുമിത്രയും ബാലും പുറകെയുണ്ട്. ഇത് നേരിട്ട് കാണണം സാഗറിൻ്റെ അവസാനം. ബലരാമൻ സ്വന്തം മകനാണെന്ന് ഈ അവസാന ഘട്ടത്തിൽ അയാൾ അറിയണം. അങ്ങനെ വേദനിച്ചിട്ട് വേണം അയാൾ മരിക്കാൻ എന്ന രീതിയിൽ. പക്ഷേ കൺമണിയാണെങ്കിലോ സാഗർ സാറിൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് രാത്രി തന്നെ ഓടിയെത്തുന്നുണ്ട് കേട്ടോ. സാഗർ സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ കൺമണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. കൺമണി എങ്ങനെയെങ്കിലും സാഗറിനെ രക്ഷിച്ചിരുത്തിരിക്കും എന്ന് വെച്ചിട്ട് കൺമണിക്ക് സാഗറിനോട് അത്രയും ഇഷ്ടമാണ്. കാരണം കൃഷിൻ്റെ ഫാദറാണ്. മാത്രമല്ല, എല്ലാം കൊണ്ടും സാഗർ എന്ത് പറഞ്ഞാലും കൺമണി യാതൊന്നും വില വയ്ക്കാതെ തന്നെ ആ ജീവൻ രക്ഷിക്കാനായിട്ട് ഓടിയെത്തുന്നു കേട്ടോ. അതോടുകൂടി തന്നെ ഇന്നത്തെ പ്രൊമോ കഴിയാണ്. നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.